മെഷീൻ്റെ ന്യൂ ഫ്യൂച്ചറാണ് ചോദിച്ചത്. ഇത് മോട്ടർ ബെൽറ്റ് ഡബിൾ ബെൽറ്റാണ്. പിന്നെ ഈ താഴെ ഭാഗത്താണ് ഇതിൻ്റെ മോട്ടറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ നെറ്റ് ലൂസാക്കുക, ഇത് ടൈറ്റ് ആക്കുക. എന്നാൽ ഈ മോട്ടർ ടൈറ്റ് ആകുന്നതോട് ബെൽറ്റ് ടൈറ്റ് ആവും. പഴയ മെഷീൻ്റെ മാതിരി എനിക്ക് ഇതാക്കണ്ട. ഏത് മോട്ടർ ലൂസാക്കിയിട്ട് ബാക്കിലേക്ക് വലിച്ചുണ്ടാക്കൊന്നും വേണ്ട. മെഷർമെൻ്റ് ഒന്നും തെറ്റില്ല. പിന്നെ എൻ്റെ ഈ മുള്ളു ഷാഫ്റ്റില്ലേ, പണ്ടത്തേനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ വേണ്ടത് മാറ്റണം എന്നുണ്ടെങ്കിൽ നെട്ട് ബോൾട്ട് അയച്ചത് നേരെ പുറത്തേക്ക് വലിച്ചെടുത്താൽ പോരും. പിന്നെ അത് നിൽക്കറിയില്ല. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇതാണ് ഇതിൻ്റെ ടൈമിങ്. ടൈമിങ് ഗിയർ ഇതാണ്. ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് വരിക. ഇതിന് മറ്റേന് പണ്ടത്തേന് ബെൽറ്റ് ആയിരുന്നു. ഇതിന് നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങോട്ട് പോവാ. പിന്നെ ഇതും അതേമാതിരി ഗിയറാണ്. ഇതിന് ഗ്രീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഗിയർ സിസ്റ്റം. ആ ഉള്ളിൽ കാണുന്ന ഗിയറില്ലേ, ആ ഗിയറിന് നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കാം. മറ്റേത് അരി സ്റ്റക്കായി നിൽക്കുന്ന പരിപാടിയൊന്നും ഇതിനുണ്ടാവില്ല. സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ ഷാഫ്റ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഫിറ്റ് ചെയ്താൽ പെട്രോൾ വെച്ചിട്ടടിക്കാം. പിന്നെ വൈബ്രേഷൻ പണ്ടത്തെ മാതിരി എപ്പോഴും പൊട്ടിപ്പോണ പ്രശ്നം ഉണ്ടാവില്ല. ഇത് സിമ്പിളാണ്. നേരെ ഡയറക്റ്റ് വൈബ്രേഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് പൊട്ടിപ്പോണ പ്രശ്നം എനിക്ക് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. പിന്നെ വരുന്ന ഡോറ്. ഈ ഡോറ് മറ്റേ ഊരി വെക്കുന്ന സിസ്റ്റം. ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്ന സിസ്റ്റമാണ്. ഓപ്പൺ ആക്കി എനിക്ക് ഫുള്ള് കാണും. ഞങ്ങൾക്ക് ഊരി വെക്കണം എന്നുണ്ടെങ്കിൽ ഊരി വെക്കാം. 8 വോൾട്ട് ഊരി കഴിഞ്ഞാൽ ആ ഊരി എടുത്ത് വെക്കാം. പിന്നെ ഇതാവുമ്പോൾ എനിക്ക് വീണ്ടും കൊടുക്കാം. പിന്നെ ഇത് ഡബിൾ സ്പ്രിങ്ങിന് വേണമെങ്കിലാണ്. വലിയ അടക്കമാണെങ്കിൽ ഡബിൾ സ്പ്രിങ് ഇട്ട് അടിക്കാം. എത്ര ടൈറ്റ് അടക്കുകയാണെങ്കിൽ പൊളിഞ്ഞു വരും. പിന്നെ മറ്റേത് 60 RPM, ഇത് 70 RPM.